നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് എന്നല്ല ലീഗ് സ്റ്റേജ് ഫിക്സ്ചർ നിർണ്ണയ നറുക്കെടുപ്പ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 മൊണോക്കോയിൽ വെച്ച് നടക്കുകയാണ്. നമ്മളൊരു 9 മണി മുതൽ റാഫ് ടോക്സിൽ ലൈവ് വരാമെന്നാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും ചർച്ചകളും അതുപോലെ തന്നെ വാച്ച് ലോങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും ഇപ്പോൾ UCL കിങ്സ് എന്ന് പറയുന്ന ടീമാണല്ലോ റയൽ മാഡ്രിഡ്. പോയ സീസണിൽ അവർക്ക് കിരീടങ്ങളൊന്നുമില്ല. അതിന് മുമ്പത്തെ സീസണിലും അതായിരുന്നു അവസ്ഥ. ഇത്തവണ ഹൊസെ മൊറീനോയെ കൊണ്ടുവന്ന് വീണ്ടും അവർ UCL അടക്കം അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നലത്തെ അവരുടെ ലാലിഗയിലെ കളിയൊക്കെ കിടിലനാണ്, വമ്പനാണ്, ആധികാരിക ജയമാണ്. അപ്പോൾ അത് അവർ UCLലേക്ക് കൂടി തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സ്ചറിൽ അവർക്ക് ആരൊക്കെയായിരിക്കും എതിരാളികളായി കിട്ടാൻ സാധ്യത നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 2 സീസണുകളായിട്ടൊക്കെ നടക്കുന്ന പോലെ തന്നെ 8 ടീമുകളോട് ലീഗ് ഘട്ടത്തിൽ ഏറ്റുമുട്ടേണ്ടതുണ്ട്. അപ്പോൾ ആകെ 36 ടീമുകളെ 4 പോട്ടുകളിലായി തിരിച്ചിട്ടുണ്ട്. അതിൽ പോട്ട് 1 റയൽ മാഡ്രിഡ് ഉൾപ്പെടുന്നു. റയലിനോടൊപ്പം ഈ പോട്ടിൽ പാരീസ് സെന്റ് ജർമ്മനും ബയേൺ മ്യൂണിക്കും ലിവർപൂളും ഇന്ററും മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡുമാണുള്ളത്. പോട്ട് 2 ബൊറൂസിയ ഡോട്ട്മുണ്ടും റോമയും സ്പോർട്ടിംഗ് CPയും ആസ്റ്റൺ വില്ലയും FC പോർട്ടോയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ക്ലബ് ബ്രൂഗയും റയൽ ബെറ്റീസും PSV ഐന്തോവനുമാണുള്ളത്. പോട്ട് 3 ഫെനൂർദും ലില്ലിയും ബോഡോ ഗ്ലിംറ്റും നാപ്പോളിയും ലീപ്സിഗും വിയാറയലും ഫെനർബാഷിയും ഷാക്തർ ഡൊണസ്കും ഗലറ്റ സെരായുമാണുള്ളത്. പോട്ട് 4 സ്ലാവിയ പ്രാഹയും സ്ലാവൻ ബ്രാറ്റിസ്ലാവയും സ്റ്റുട്ട്ഗർട്ടും AEK ഏതൻസും LASKയും കോമോയും ലെൻസും വൈക്കിങ്ങും സബാഹ് FCയുമാണുള്ളത്. അപ്പോൾ ഈ ടീമുകളിൽ നിന്ന് ഏതെങ്കിലും 8 ടീമുകളാണ് റയലിനെതിരെ വരിക. അതെങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ ഓരോ പോട്ടിൽ നിന്നും 2 വീതം ടീമുകൾ. എന്നാൽ സ്പാനിഷ് ടീമുകൾ അവരുടെ എതിരെ വരികയുമില്ല. അപ്പോൾ വമ്പൻ മത്സരങ്ങൾ വരാം. പോട്ട് 1 നോ പ്രൊട്ടക്ഷൻ. അതിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സലോണയും വരുന്നതെന്ന് പറയുമ്പോൾ ആ 2 ടീമുകൾ ഒഴികെ ബാക്കി ഏത് 2 ടീമും റയലിനെതിരെ വരാം. എന്ന് പറഞ്ഞാൽ PSG, ബയേൺ മ്യൂണിക്ക്, ലിവർപൂള്, ഇന്റർ മിലാൻ, മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ, ഈ 6 ടീമുകളിൽ ഏതെങ്കിലും 2 ടീം റയലിനെതിരെ വരാം. ആര് വന്നാലും എളുപ്പമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PSG-ക്കെതിരെ വേണമെങ്കിൽ കളി വരാം. വാവ്, അങ്ങനെയാണെങ്കിൽ അതൊരു വല്ലാത്ത കളിയായിരിക്കും. കാരണം എന്താ അറിയോ, കിലിയൻ എംബാപ്പെ PSG എന്ന് കിലിയൻ എംബാപ്പെ പോരുകയും ചെയ്തു. ആ 2 കൊല്ലവും PSG UCL അടിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. PSG റയലിനെതിരെ കളി വരാം. അല്ലെങ്കിൽ ബയേൺ മ്യൂണിക്കിനെതിരെ ആവാം. ബയേൺ ആണെങ്കിലോ, ബയേൺ വന്നാൽ തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗിലെ ഒരു ഗ്രേറ്റസ്റ്റ് ട്രഡീഷണൽ മാച്ചപ്പ് നമുക്കവിടെ കാണാൻ പറ്റും. ഇനി അതല്ല മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് വീണ്ടും വരുമോ? അല്ല, UCL കാണാമെന്നാണ് പറയുക പലപ്പോഴും. ബെർണാഡോ സിൽവയോട് അങ്ങനെയാണത്രേ ഹാലൻഡ് യാത്ര പറയാം, തമാശക്ക് പറഞ്ഞാണ് കേട്ടാ, UCL കാണാമെന്ന്. അപ്പോൾ അങ്ങനെ വരാൻ വേണമെങ്കിൽ മൊറീഞ്ഞോ സിറ്റിക്കെതിരെ ടീമിനെ ഇറക്കുമ്പോൾ അതൊരു കിടിലൻ പോരാട്ടമാവും. ഈവൻ ലിവർപൂൾ ആവാം. പക്ഷേ ലിവർപൂളുമായിട്ട് പലപ്പോഴും ഏറ്റുമുട്ടുന്നത് കൊണ്ട് അവിടെ റൂളുണ്ട്. ഇപ്പം അതായത് ഒരേ ഓപ്പണൻറ്റിനെതിരെ തന്നെ ഒരേ ഗ്രൗണ്ടിൽ തുടർച്ചയായ 3 സീസണുകളിൽ കളി വരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ലിവർപൂളും റയൽ മാഡ്രിഡും തമ്മിൽ കളി വന്നാൽ ആൻഫീൽഡിലായിരിക്കില്ല, സാന്റിയാഗോ ബെർണബ്യൂവിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ അത് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾക്കുള്ള സാധ്യത അവിടെ കാണുന്നു. ഈ ടീമുകളിൽ ഏതെങ്കിലും 2 വരും. കഴിഞ്ഞില്ല, പോട്ട് ബിയിലേക്ക് പോയാൽ റയൽ ബെറ്റീസ് ഒഴികെ ബാക്കി 8 ടീമുകളിൽ ഏതെങ്കിലും 2 ടീം വരാം. എന്ന് പറഞ്ഞാൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ കളി വരാം, AS റോമ എതിരാളിയായി വരാം, സ്പോർട്ടിംഗ് CP എതിരാളിയായിട്ട് വരാം, ആസ്റ്റൺ വില്ല വരാം, FC പോർട്ടോ വരാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരാം, ക്ലബ് ബ്രൂഗ വരാം, PSV ഐന്തോവൻ വരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പോട്ട് 1 നിന്ന് പാരീസ് സെന്റ് ജർമ്മനും ബയേൺ മ്യൂണിക്കും റയലിൻ്റെ എതിരാളികളായി വന്നെന്നിരിക്കട്ടെ. പോട്ട് 2 നിന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ടും അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയും വരുന്നു എന്ന് കരുതുക.
അപ്പോൾ കിടിലൻ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കുകയാണ്. പോട്ട് 3 വരുമ്പോൾ അവിടെ VRL ഉണ്ട്. VRL ഒഴികെയുള്ള ബാക്കി ഏത് ടീമുകളും എതിരാളികളായിട്ട് വരാം. ഏത് 2 ടീമുകൾ? ഏതെങ്കിലും 2 ടീമാണ് വരിക. ഫാനൂർദ്, ലില്ലി, ബോഡോ ഗ്ലിംറ്റ് പോയ സീസണിൽ കിടിലം പ്രകടനം നടത്തി യൂറോപ്യൻ വമ്പന്മാരെ വിറപ്പിച്ച ടീമാ ബോഡോ ഗ്ലിംറ്റ്. നാപ്പോളി, ലീപ്സിഗ്, ഫെനർബാഷെ, ഷാക്തർ, ഗലറ്റസരായി ഏതെങ്കിലും 2 ടീമുകൾ വരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങൾക്കുള്ള വഴി ഒരുങ്ങുകയാണ് എന്നർത്ഥം. ഇതിലേത് 2 ടീമും വരാം. പോട്ട് 4 സ്ലാവിയ പ്രാഹയും സ്ലാവൻ ബ്രാറ്റിസ്ലാവയും സ്റ്റുട്ട്ഗർട്ടും എയ്ക്ക് ഏതൻസും LASKയും കോമോയും ലെൻസും വൈക്കിങ്ങും സബാഹുമാണ്. ഇതിലേതെങ്കിലും 2 ടീമുകളും വരാം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യത്തെ 2 പോട്ടുകളിൽ നിന്ന് സംശയമില്ല കുറച്ച് കടുത്ത എതിരാളികളെ കിട്ടും. അടുത്ത 2 പോട്ടുകളിൽ നിന്ന് മാനേജബിൾ ആയിട്ടുള്ള എതിരാളികളായിരിക്കും വരിക. ഇതിൽ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറൊരു സംഗതി കൂടി ചിലപ്പോൾ സംഭവിക്കാൻ കേട്ടാ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് നിങ്ങൾ നോക്കുക. അത് നമ്മൾ പറഞ്ഞില്ല, പോട്ട് 1 നിന്ന് PSG ബയേണും വന്നു എന്ന് കരുതുക. പോട്ട് 2 നിന്ന് റോമ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇത് റോമ, AS റോമ. ഹോസെ മൊറീഞ്ഞോ ഏറ്റവും ഒടുവിൽ കിരീടം ചൂടിയത് AS റോമക്കൊപ്പമായിരുന്നു. അവിടുത്തെ കോച്ചായിരിക്കുമ്പോഴാണ്. അത് കോൺഫറൻസ് ലീഗ് ആയിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബിനെതിരെ ഒരു കളി വരുന്നു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാവില്ലേ? അപ്പോൾ റോമ വേണമെങ്കിൽ അവരുടെ എതിരാളികളായിട്ട് അവിടെ വരാം. ഇനി വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഫെനർബാഷെ പോട്ട് 3 നിന്ന് ഫെനർബാഷെ വന്നാലോ? വീണ്ടും അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബ് ഫെനർബാഷെ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ രസകരമായ രൂപത്തിൽ ഡ്രോകൾ വരാം. ഏതായാലും കാത്തിരിക്കാം. പോട്ട് 1 നിന്നും പോട്ട് 2 നിന്നും ആരൊക്കെ എതിരാളികളായിട്ട് വരും എന്നതിനനുസരിച്ചിരിക്കും റയൽ മാഡ്രിഡിൻ്റെ ചാമ്പ്യൻസ് ലീഗ് പാത്തിലെ കാഠിന്യം എത്ര എന്നുള്ളത്. ഏതായാലും കാത്തിരിക്കാം ഇന്നത്തെ ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പിന് വേണ്ടി. അതിനുശേഷം ഫിക്സറൊക്കെ വരട്ടെ. അതിനുശേഷം കൂടുതൽ സാധ്യതകൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം.